Next chapter financial assets ആണ്. The assets in the business are financed through selling pieces of paper are called financial asset, instrument, claims or securities. ഒരു ബിസിനസ്സിന് വേണ്ടി നമ്മൾ ഫണ്ട് റേസ് ചെയ്യുന്നത് പീസസ് ഓഫ് പേപ്പർ സെയിൽ ചെയ്തിട്ടാണ്. അതിനെയാണ് ഫിനാൻഷ്യൽ അസറ്റ്സ്, ഇൻസ്ട്രുമെൻറ്റ്, ക്ലെയിംസ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. സെക്യൂരിറ്റീസ് 3 ടൈപ്പാണുള്ളത്: പ്രൈമറി, സെക്കൻഡറി ആൻഡ് ഡെറൈവേറ്റീവ്സ്. പ്രൈമറി സെക്യൂരിറ്റീസ് എന്ന് വെച്ചാൽ എന്താ? These are issued directly by the ultimate borrower of fund to the ultimate investor. നമ്മുടെ ആരാണ് ഈ ഫണ്ട് റേസ് ചെയ്യുന്നത്, ആർക്കാണ് ഫണ്ട് വേണ്ടത്, അവർ തന്നെ നേരിട്ട് അൾട്ടിമേറ്റ് ഇൻവെസ്റ്ററിലോട്ട് സെയിൽ ചെയ്യുന്നതിനെയാണ് പ്രൈമറി സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പ്രിഫറൻസ് ഷെയർ, ഇക്വിറ്റി ഷെയർ, ബോണ്ട് ആൻഡ് ഡിബെഞ്ചേഴ്സ്, ഇതെല്ലാം പ്രൈമറി സെക്യൂരിറ്റീസ് ആണ്. സെക്കൻഡറി സെക്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ നേരിട്ട് ഇഷ്യൂയിങ് കമ്പനിയല്ല, പക്ഷെ അതിനിടയിൽ ഇൻ്റർമീഡിയറീസ് ആണ് അത് സെയിൽ ചെയ്യുന്നത്. ഇഷ്യൂഡ് ബൈ ദ ഇൻ്റർമീഡിയറി ടു ദ അൾട്ടിമേറ്റ് സേവർ. ഫോർ എക്സാമ്പിൾ ഇൻഷുറൻസ് പോളിസീസ്, യൂണിറ്റ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട്, ബാങ്ക് ഡെപ്പോസിറ്റ്. അതാണ് സെക്കൻഡറി. അടുത്തത് ഡെറൈവേറ്റീവ്സ്. ഡെറൈവേറ്റീവ്സ് ആർ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് whose value is derived from the value of an underlying financial instrument such as treasury bill, bond or a note of or an individual equity. അതിന് എക്സാമ്പിൾസ് വരുന്നത് ഫ്യൂച്ചർ, ഫോർവേഡ്, ഓപ്ഷൻ, സ്വാപ്പ്, അതൊക്കെയാണ്. അതൊക്കെ ഈ പാഠത്തിൽ ഇനി പഠിക്കാൻ വരുന്നുണ്ട്, അപ്പോൾ കൂടുതൽ മനസ്സിലാവും. പ്രൈമറി സെക്യൂരിറ്റീസിൽ ആദ്യം വരുന്നത് ഷെയർ ആണ്. The term ownership securities, also known as capital stock, represent shares. Capital of a company divided into number of equal parts known as shares. Two types of shares are equity and preference shares. ഇതെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പോൾ ഒരു കമ്പനി ഫണ്ട് റേസ് ചെയ്യുന്നത് മെയിനായിട്ട് ഇക്വിറ്റി ഷെയർ അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയറിൽ നിന്നാണ്. അപ്പോൾ ആദ്യത്തേത് ഇക്വിറ്റി ഷെയർ ആണ്. ഇക്വിറ്റി ഷെയർസ് ആർ ഓൾസോ നോൺ ആസ് ഓർഡിനറി ഷെയർസ് ഓർ കോമൺ ഷെയർസ്, represent owners' capital in the company. Holders of these shares are real owners of the company. They have control over working of the company. They are paid a dividend from the profit after paying preference shareholder. Capital also paid after meeting all other claims. They take more risk as compared to preference share. അപ്പോൾ ഇക്വിറ്റി ഷെയർ എല്ലാവർക്കും അറിയാലോ, അവരാണ് ശരിക്കും കമ്പനിയുടെ ഓണേഴ്സ്. അപ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അതുകൊണ്ട് തന്നെ വോട്ടിംഗ് റൈറ്റ് ഉണ്ടാവും, കൺട്രോൾ ഓവർ ദ അഫയേഴ്സ് ഓഫ് ദ കമ്പനി. പിന്നെ അവർക്ക് കിട്ടുന്ന ഡിവിഡൻഡ് പ്രോഫിറ്റ് അനുസരിച്ചിരിക്കും. ചില സമയത്ത് ഡിവിഡൻഡ് കിട്ടില്ല എന്നും വരാം. എല്ലാ പേയ്മെൻറ്റും ചെയ്ത ശേഷമേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ക്യാപിറ്റലിൻ്റെ തിരിച്ചു കിട്ടുന്ന സമയത്താണെങ്കിലും എല്ലാ ക്ലെയിംസും മീറ്റ് ചെയ്ത ശേഷമേ അവർക്ക് അവരുടെ ക്യാപിറ്റൽ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കമ്പയർലി ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ളത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ്. അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇക്വിറ്റി ഷെയർസ് ആണ്. ഇതിൽ ഞാൻ ഓരോ പോയിൻറ്റ്സിനും ഉള്ളിൽ വേണ്ട കാര്യങ്ങൾ മാത്രമേ ജസ്റ്റ് എഴുതിയിട്ടുള്ളൂ. അതൊന്ന് ഡിഫൈൻ ചെയ്ത് വലുതാക്കി എഴുതിയാൽ മതി. എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ മെച്യൂരിറ്റി. ഇറ്റ് ഈസ് പെർമനൻറ്റ്, കനോട്ട് ബി റെഡീംഡ്. ഇക്വിറ്റി ഷെയർ പെർമനൻ്റ് ആണ്. കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ ക്ലെയിമും പേ ചെയ്ത ശേഷം മാത്രമേ ഇക്വിറ്റി ഷെയർ ഹോൾഡറിന് അവരുടെ ക്യാപിറ്റൽ, അവരുടെ എമൗണ്ട് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് പെർമനൻ്റ് ആണ്. രണ്ടാമത്തെ പോയിന്റ്, റൈറ്റ് ടു ഇൻകം. റൈറ്റ് ടു ഡിവിഡൻഡ് ഈസ് നോട്ട് ഫിക്സ്ഡ്. അതായത് അവരുടെ ഡിവിഡൻഡ് ഫിക്സ്ഡ് അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഇത് വേരിയബിൾ ഇൻകം സെക്യൂരിറ്റീസ് എന്ന് പറയാം. വേരിയബിൾ ആണ്, പ്രോഫിറ്റിനനുസരിച്ച് അവർക്ക് അവരുടെ ഡിവിഡൻഡ് കിട്ടുള്ളൂ. അതാണ് റൈറ്റ് ടു ഇൻകം. നെക്സ്റ്റ്, ക്ലെയിം ഓൺ അസെറ്റ്. റെസിജ്വൽ ക്ലെയിം ഓൺ അസെറ്റ് ഓഫ് ദ കമ്പനി. അവർ ഓണേഴ്സ് ആയതുകൊണ്ട് തന്നെ അവർക്ക് കമ്പനിയുടെ അസറ്റിൽ മുകളിൽ ക്ലെയിം ഉണ്ട്. കമ്പനി ലിക്വിഡേഷൻ്റെ സമയത്ത് ക്രെഡിറ്റേഴ്സിനും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനൊക്കെ പേയ്മെൻറ്റ് ചെയ്ത ശേഷം ബാക്കിയുള്ള എല്ലാം അസറ്റ്സിൻ്റെ മുകളിലും കൺട്രോൾ ഉള്ളത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ്. അടുത്തത് റൈറ്റ് ടു കൺട്രോൾ. അവർക്കാണ് വോട്ടിംഗ് റൈറ്റ് ഉള്ളത്. പിന്നെ ബിസിനസ്സിലും ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ എടുക്കുന്നതും ബിസിനസ്സിൻ്റെ ഓൾ ഇൻ ഓൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും. പിന്നെ പ്രീ എംപ്റ്റീവ് റൈറ്റ്. പ്രീ എംപ്റ്റീവ് റൈറ്റ് എന്ന് വെച്ചാൽ അവർക്ക് റൈറ്റ് ഷെയർസ് കിട്ടാനുള്ള ഒരു അധികാരമുണ്ട്. അതായത് കമ്പനി ഫർദർ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഉള്ള ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്
റൈറ്റ് ഷെയർസ് ഇഷ്യൂ ചെയ്ത ശേഷമേ പുറത്തുള്ളവർക്ക് ഇഷ്യൂ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ അവരുടെ കൺട്രോളിൽ ഡയലൂഷൻ വരും. അപ്പോൾ ആ കൺട്രോൾ ഡയലൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് റൈറ്റ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. ആ റൈറ്റ് ഷെയർസ് കിട്ടാനുള്ള അവകാശത്തെയാണ് പ്രീഎംപ്റ്റീവ് റൈറ്റ് എന്ന് പറയുന്നത്. അടുത്തത് ലിമിറ്റഡ് ലയബിലിറ്റി. ഓരോരുത്തരുടെയും ഓരോ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലയബിലിറ്റി അവരുടെ കയ്യിലുള്ള ഷെയർസിൻ്റെ അത്രയും ഉണ്ടാവുള്ളൂ. ഷെയർസിൻ്റെ പെർസെൻറ്റേജ് അനുസരിച്ചിരിക്കും അവരുടെ റൈറ്റും പിന്നെ അവരുടെ ലയബിലിറ്റിയും. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സാണ് ഇക്വിറ്റി ഷെയറിന് വരുന്നത്. മെച്യൂരിറ്റി, റൈറ്റ് ടു ഇൻകം, ക്ലെയിം ഓൺ അസറ്റ്, റൈറ്റ് ടു കൺട്രോൾ, പ്രീഎംപ്റ്റീവ് റൈറ്റ് ആൻഡ് ലിമിറ്റഡ് ലയബിലിറ്റി. അടുത്തത് പ്രിഫറൻസ് ഷെയർ ആണ്. Preference shares enjoy preference as to payment of fixed rate of dividend and repayment of capital at the time of liquidation over the equity shareholders. Preference share എന്ന് വെച്ചാൽ എന്താ, അവർക്ക് ഡിവിഡൻറ്റിനും പിന്നെ അതുപോലെ ലിക്വിഡേഷൻ്റെ സമയത്ത് ക്യാപിറ്റൽ തിരിച്ചു കിട്ടുമ്പോഴും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനേക്കാളും മുൻപ് അവർക്കാണ് കിട്ടുന്നത്. അപ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡറിനേക്കാളും കൂടുതൽ പ്രിഫറൻസ് ഉള്ളത് പ്രിഫറൻസ് ഷെയർ ഹോൾഡറാണ്. അടുത്തത് ടൈപ്പ് ഓഫ് പ്രിഫറൻസ് ഷെയർ ആണ്. ആദ്യത്തേത് ക്യുമുലേറ്റീവ് ആൻഡ് നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ. ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ എന്ന് വെച്ചാൽ എന്താ, അവർക്ക് അൺപെയ്ഡ് ഡിവിഡൻഡ് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും മാസം പ്രോഫിറ്റ് ഇല്ലാത്തത് കൊണ്ട് ഡിവിഡൻഡ് കിട്ടിയില്ലെങ്കിൽ അത് ക്യുമുലേറ്റീവായിട്ട് കിടക്കും. അപ്പോൾ ഇനി പിന്നെ പ്രോഫിറ്റ് വരുന്ന സമയത്ത് അവർക്ക് അൺപെയ്ഡ് ആയിട്ടുള്ള ഡിവിഡൻറ്റും കൂടി കിട്ടും. അങ്ങനെ വരുന്നതാണ് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്. നോൺ ക്യുമുലേറ്റീവ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അവർക്ക് അങ്ങനെ ക്യുമുലേറ്റീവായിട്ട് കിടക്കില്ല. ഒരു മാസം പ്രോഫിറ്റ് ഇല്ലെങ്കിൽ ആ മാസം ഡിവിഡൻഡ് കിട്ടില്ല. പിന്നെ എപ്പോഴാണോ പ്രോഫിറ്റ് വരുന്നത് അപ്പോൾ ആ മാസത്തെ മാത്രം ഡിവിഡൻഡ് കിട്ടും. അതാണ് നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ. അടുത്തത് റെഡീമബിൾ ആൻഡ് ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. റെഡീമബിൾ എന്ന് വെച്ചാൽ എന്താ, അത് ഫുള്ളി പെയ്ഡ് ഷെയർസ് ആണെങ്കിൽ ഒരു മെച്യൂരിറ്റി കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിഞ്ഞാൽ നമുക്കത് വേണമെങ്കിൽ റെഡീം ചെയ്യാമെന്ന് വെച്ചാൽ അത് തിരിച്ചെടുക്കാം. അതാണ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. ബട്ട് കമ്പനി ആക്ട് പ്രൊവൈഡ് സർട്ടൻ റെസ്ട്രിക്ഷൻസ് ടു റിട്ടേൺ ദിസ് ക്യാപിറ്റൽ. പ്രിഫറൻസ് ഷെയർ റെഡീം ചെയ്യുമ്പോൾ സർട്ടൻ റെസ്ട്രിക്ഷൻസും കൂടി ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ അത് ഫുള്ളി പെയ്ഡ് ഷെയർ ആയിരിക്കണം. പിന്നെ അതെല്ലാം നമ്മൾ റെഡീം ചെയ്യുമ്പോൾ ഏത് ഫണ്ടിൽ നിന്നാണ്, ഓൺലി മേ ബി ഇറ്റ്സ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഓർ ബൈ ഫ്രഷ് ഇഷ്യൂഡ് ക്യാപിറ്റൽ. ഈ രണ്ട് റിസോഴ്സിൽ നിന്ന് മാത്രമേ അത് റെഡീം ചെയ്യാൻ പറ്റുള്ളൂ. ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർ എന്ന് വെച്ചാൽ അത് റെഡീം ചെയ്യാൻ പറ്റില്ല. ലിക്വിഡേഷൻ്റെ സമയത്ത് മാത്രമേ കമ്പനി അത് തിരിച്ചു കൊടുക്കുകയുള്ളൂ. അടുത്തത് പാർട്ടിസിപ്പേറ്റിംഗ് ആൻഡ് നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ. Participating preference shares participate in the surplus profit of the company. സർപ്ലസ് പ്രോഫിറ്റ് എന്ന് വെച്ചാൽ എന്താ, പ്രിഫറൻസ് ഷെയർസിനും ഷെയർ ഹോൾഡേഴ്സിനും പിന്നെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനും ഡിവിഡൻഡ് കൊടുത്തുകൊണ്ട് വീണ്ടും പ്രോഫിറ്റ് ബാക്കിയുണ്ടെങ്കിൽ അതിന് സർപ്ലസ് പ്രോഫിറ്റ് എന്ന് പറയും. അപ്പോൾ ആ സർപ്ലസ് പ്രോഫിറ്റിൻ്റെ ഷെയർ കിട്ടാനുള്ള റൈറ്റ് പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഉണ്ട്. നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് അതിനുള്ള റൈറ്റ് ഒന്നുമില്ല. അവർക്ക് ഫസ്റ്റ് കിട്ടുന്ന ഡിവിഡൻഡ് തന്നെയേ ഉള്ളൂ. അടുത്തത് കൺവേർട്ടബിൾ ആൻഡ് നോൺ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ ഷെയർസ് വേണമെങ്കിൽ ഇക്വിറ്റി ഷെയർ ആക്കി കൺവേർട്ട് ചെയ്യാം, ബട്ട് ആഫ്റ്റർ എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. നോൺ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസിന് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്രയാണ് ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർ. ആദ്യത്തേത് ക്യുമുലേറ്റീവ്, നോൺ ക്യുമുലേറ്റീവ്. അടുത്തത് റെഡീമബിൾ, ഇറഡീമബിൾ, പാർട്ടിസിപ്പേറ്റിംഗ്, നോൺ പാർട്ടിസിപ്പേറ്റിംഗ്, കൺവേർട്ടബിൾ ആൻഡ് നോൺ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ. അടുത്തത് ഫീച്ചേഴ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ മെച്യൂരിറ്റി. മെച്യൂരിറ്റി എന്താ, ജനറലി പ്രിഫറൻസ് ഷെയർസ് ആർ പെർപെച്വൽ ഇൻ നേച്ചർ അൺലെസ് ദ ആർട്ടിക്കിൾ ഓതറൈസ് ദ കമ്പനി ടു ഇഷ്യൂ റെഡീമബിൾ. നമ്മൾ നേരത്തെ പറഞ്ഞു റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ, അതിൽ നമുക്കത് കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ റെഡീം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഒഴികെ ഉള്ള ബാക്കി എല്ലാ പ്രിഫറൻസ് ഷെയറും പെർപെച്വലാണ്. കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമേ അത് റെഡീം ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത് ക്ലെയിംസ് ഓൺ ഇൻകം. ക്ലെയിംസ് ഓൺ ഇൻകം അറിയാമല്ലോ, അവർക്ക് ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് കിട്ടും ആൻഡ് പ്രിഫറൻസ് ഓവർ ദ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് മുൻപ് തന്നെ അവർക്ക് ഡിവിഡൻഡ് കിട്ടും. അതുപോലെ തന്നെ ക്ലെയിം ഓൺ അസറ്റും അവർക്ക്
പ്രിഫറൻസ് ഉണ്ട് ഓവർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഇവർക്ക് കൊടുത്ത ശേഷം മാത്രമേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അസറ്റ്സിൽ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ കൺട്രോൾ ഇവർക്ക് ഇല്ല. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൺട്രോൾ ഇല്ല, പക്ഷേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവർക്ക് കൺട്രോൾ ഉണ്ട്. അവരാണ് റിയൽ ഓണേഴ്സ് ഓഫ് ദ ബിസിനസ് എന്ന് പഠിച്ചിരുന്നു. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഓവർ ദ ബിസിനസ് കൺട്രോൾ ഇല്ല. അടുത്തത് ഹൈബ്രിഡ് ഫോം ഓഫ് സെക്യൂരിറ്റി. ഹൈബ്രിഡ് ഫോം ഓഫ് സെക്യൂരിറ്റി എന്ന് വെച്ചാൽ ഇവർക്ക് ഈ പ്രിഫറൻസ് ഷെയറിന് ഇക്വിറ്റി ഷെയറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ട്, പിന്നെ ബോണ്ട് ഓർ ഡിബഞ്ചർ, ഡെറ്റ് ഫിനാൻസിങ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ട്. ഇക്വിറ്റി ഷെയറിൻ്റെ സെയിം ആയിട്ട് വരുന്നത് പ്രിഫറൻസ് ഷെയറിന് ഡിവിഡൻഡ് കൊടുക്കുന്നത് ഡിസ്ട്രിബ്യൂട്ടബിൾ പ്രോഫിറ്റിൽ നിന്നാണ്. അതും ഇക്വിറ്റി ഷെയറിനും സെയിം ആണ്. പിന്നെ അതുപോലെ തന്നെ ഇറ്റ് ഈസ് നോട്ട് എ ഡിഡക്റ്റബിൾ ആസ് ആൻ എക്സ്പെൻസ് വൈൽ ഡിറ്റർമിനിങ് ടാക്സ്. ഇതൊരു ടാക്സ് ഡിഡക്റ്റബിൾ എക്സ്പെൻസ് അല്ല. ഡിബഞ്ചർ ആൻഡ് ബോണ്ടിൻ്റെ സെയിം ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ക്യാരി ഫിക്സഡ് ഡിവിഡൻഡ് ലൈക്ക് ഇൻട്രസ്റ്റ് പോലെ തന്നെ ഫിക്സഡ് ഡിവിഡൻഡ് കിട്ടും. ഇറ്റ് എൻറ്റൈറ്റിൽ ടു റൈറ്റ് ടു ഇറ്റ്സ് ഹോൾഡർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. അതായത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ മുകളിൽ ഒരു പ്രയോറിറ്റി ഇവർക്ക് ഉണ്ടാവും. ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് റൈറ്റ് ടു വോട്ട്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ പോലെ വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഇവർക്ക് ഇല്ല. അപ്പോൾ അത് ഡെറ്റ് ഫിനാൻസിങ്ങിന് സെയിം ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഹൈബ്രിഡ് ഫോം ഓഫ് സെക്യൂരിറ്റി ആണെന്ന് പറയാം. രണ്ടിൻ്റെ ഇടയിലായിട്ട് വരുന്ന ഒരു ഫോം ഓഫ് സെക്യൂരിറ്റിയാണ് പ്രിഫറൻസ് ഷെയർ. അടുത്തത് ഡെഫേർഡ് ഷെയർ ആണ്. These shares were earlier issued to promoters or founders for service rendered to the company. These are also known as founder shares. Preference shares and equity shares have priority over these shares for payment of dividend and repayment of capital according to the Companies Act. Deferred share can no longer be issued. ഇത് മുൻപ് ഉണ്ടായിരുന്ന ഷെയർസ് ആണ്. ഇത് കമ്പനിയുടെ ഫൗണ്ടേഴ്സിന് അവർ ചെയ്യുന്ന സർവീസിന് വേണ്ടി കൊടുത്തിരുന്ന ഷെയറാണ്. അപ്പോൾ അതിനൊരു ഗിഫ്റ്റ് എന്ന പോലെ കൊടുത്തിരുന്ന ഷെയറാണ് ഫൗണ്ടർ ഷെയർ. അതുകൊണ്ട് തന്നെ ഇതിനെ ഫൗണ്ടർ ഷെയർ എന്നും പറയുന്നു. ഇക്വിറ്റി ഷെയർ ഹോൾഡറും പ്രിഫറൻസ് ഷെയർ ഹോൾഡറിനും ഡിവിഡൻഡ് കൊടുത്ത ശേഷം മാത്രമേ ഇവർക്ക് ഡിവിഡൻഡ് കിട്ടുള്ളൂ. അതുപോലെ റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. പ്രയോറിറ്റി ഉള്ളത് ഇക്വിറ്റി ആൻഡ് പ്രിഫറൻസ് ഷെയർസിനാണ്. പക്ഷേ ഇപ്പോൾ കമ്പനി ആക്ട് അനുസരിച്ച് ഡെഫേർഡ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പാടില്ല. അടുത്തത് നോ പാർ സ്റ്റോക്ക് ഷെയർസ്. നോ പാർ സ്റ്റോക്ക് മീൻസ് ഷെയർസ് ഹാവിംഗ് നോ ഫിക്സ്ഡ് വാല്യൂ. The capital of a company is divided into number of specified shares without any specific denomination. The shares certificate of the company is simply state the number of shares held by the owner without mentioning its face value. The dividend is paid per share and not as a percentage of fixed nominal value of shares. ഈ നോ പാർ ഷെയർസിൻ്റെ പ്രത്യേകത എന്താ? അവർക്കൊരു ഫേസ് വാല്യൂ ഇല്ല. സാധാരണ ഷെയർ എന്ന് പറയുമ്പോൾ ഒരു ഫേസ് വാല്യൂ ഉണ്ടാവും, ഓരോ ഷെയറിനും ഓരോ വാല്യൂ ഉണ്ടാവും. പക്ഷേ ഈ ഷെയർസിന് ഒരു ഫേസ് വാല്യൂ ഉണ്ടാവില്ല. അവരുടെ ടോട്ടൽ ക്യാപിറ്റൽ ഡിവൈഡ് ബൈ നമ്പർ ആയിരിക്കും ആ ഷെയറിൻ്റെ വാല്യൂ. അതുപോലെ ഷെയർ സർട്ടിഫിക്കറ്റിലും കാണിച്ചിരിക്കുന്നത് ഷെയറിൻ്റെ ഫേസ് വാല്യൂ അല്ല, നമ്പർ ഓഫ് ഷെയർസാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. നമ്പർ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ ദ ഓണർ വിതൗട്ട് മെൻഷനിങ് ദ ഫേസ് വാല്യൂ. പിന്നെ അതുപോലെ ഡിവിഡൻഡ് പേ ചെയ്യുമ്പോഴും പെർ ഷെയർ ആണ് ഡിവിഡൻഡ് കൊടുക്കുന്നത്, നോട്ട് ആസ് എ പെർസെൻറ്റേജ് ഓഫ് നോമിനൽ വാല്യൂ. അടുത്തത് സ്വെറ്റ് ഇക്വിറ്റിയാണ്. സ്വെറ്റ് ഇക്വിറ്റി മീൻസ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂഡ് ബൈ എ കമ്പനി to its employees or directors at a discount or for consideration other than cash for providing know-how or making available rights in the nature of intellectual property, right or value additions by whatever name is called. ഒരു കമ്പനി അവരുടെ എംപ്ലോയീസിന് അല്ലെങ്കിൽ അവരുടെ ഡയറക്ടേഴ്സിന് കൊടുക്കുന്ന ഷെയർസാണ്. ക്യാഷ് വാങ്ങാതെ അല്ലെങ്കിൽ ഡിസ്കൗണ്ടിൽ അല്ലെങ്കിൽ ക്യാഷ് വാങ്ങാതെ കൊടുക്കുന്ന ഷെയർസിനെയാണ് സ്വെറ്റ് ഇക്വിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവർക്ക് പേറ്റൻറ്റ് ഓർ കോപ്പിറൈറ്റ് അതുപോലത്തെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയിൽ ഒരു റൈറ്റ്സ് കൊടുക്കും. അങ്ങനെ എന്തെങ്കിലും അവർ ചെയ്യുന്ന ജോലിക്ക് റിവാർഡായിട്ട് കൊടുക്കുന്നതിനാണ് സ്വെറ്റ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ഇത് സ്വെറ്റ് ഇക്വിറ്റി എന്ന് പറയാൻ കാരണം എന്താ? അത് ഹാർഡ് വർക്ക് കൊണ്ട് അവർ ഏൺ ചെയ്യുന്നതാണ്. ഇതെന്തിനാണ് സ്വെറ്റ് ഇക്വിറ്റി പോലെ റിവാർഡ് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അപ്പോൾ അവർക്ക് ഒന്നും കൂടി നന്നായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ ദേ ഹാവ് എ സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് ആൻഡ് ആംപ്ലി റിവാർഡഡ്. സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് അവരുടെയും കൂടി കമ്പനിയാണെന്നൊരു തോന്നൽ ഉണ്ടാകുമ്പോൾ അവരൊന്നുകൂടി നന്നായിട്ട് വർക്ക് ചെയ്യും. അതാണ് സ്വെറ്റ് ഇക്വിറ്റിയുടെ മെയിൻ ഉദ്ദേശം. അപ്പോൾ പ്രൈമറി സെക്യൂരിറ്റീസ് നമ്മൾ പറഞ്ഞു, ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർ.
ആൻഡ് ദെൻ ഡെഫേർഡ് ഷെയർസ്, ടിക്കറ്റ് നോ പാസ് ഷെയർസ്, അതൊക്കെ പറഞ്ഞു. അടുത്തത് സെക്കൻഡറി ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസിൽ വരുന്നതാണ് ഡിബഞ്ചർ. Debenture or bond is an acknowledgement of debt. It's a document under the company's seal which provides for the payment of a principal sum and interest thereon at regular intervals. ഡിബഞ്ചർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതൊരു ബോണ്ടാണ്, ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്, ക്രെഡിറ്റ് ആണ് വരുന്നത് അവിടെ. അതിൽ മെയിനായിട്ട് അവർക്ക് കിട്ടുന്നത് ഇൻട്രസ്റ്റ് ആണ്. അടുത്തത് ടൈപ്സ് ഓഫ് ഡിബഞ്ചേഴ്സ് ആണ്. ഫസ്റ്റ് വരുന്നത് സിമ്പിൾ, നേക്ഡ് or unsecured debentures. As the name says, these are unsecured debentures. എന്താണെന്ന് വെച്ചാൽ ഇതിൽ നോ സെക്യൂരിറ്റി ഓൺ അസറ്റ്, ഒരു അസറ്റിൻ്റെ അസറ്റ്സിൽ സെക്യൂരിറ്റി ഇല്ലാതെയാണ് അൺസെക്യൂർഡ് ആയിട്ടുള്ള ഡിബഞ്ചർ ആണ് ഇത്. അടുത്തത് സെക്യൂർഡ് ഓർ മോർഗേജ് ഡിബഞ്ചേഴ്സ്. ദീസ് ഡിബഞ്ചേഴ്സ് മേ ബി ഗിവൺ സെക്യൂരിറ്റി ഓൺ സ്പെസിഫിക് അസറ്റ്സ് ഓർ ഫ്ലോട്ടിംഗ് ചാർജ് ഓൺ ഓൾ അസറ്റ്സ് ഓഫ് ദ കമ്പനി. ഇതിൽ കമ്പനിയുടെ അസറ്റിൽ ചാർജ് ഉണ്ടാവും, മറ്റേതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഇതിൽ സെക്യൂർഡ് ആണ്. അതുകൊണ്ട് തന്നെ എനി ഡീഫോൾട്ട് ഈസ് മേക്കിംഗ്, എന്തെങ്കിലും ഒരു ഡീഫോൾട്ട് ഇനി ഇൻട്രസ്റ്റിലോ അത് പ്രിൻസിപ്പൽ എമൗണ്ടിലോ എന്തെങ്കിലും ഡീഫോൾട്ട് വന്നാൽ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് അവരുടെ അസറ്റ്സ്, കമ്പനിയുടെ അസറ്റ് സെയിൽ ചെയ്തിട്ട് അത് ക്ലെയിം ചെയ്യാൻ പറ്റും. അവർക്ക് അതിനുള്ള റൈറ്റ്സ് ഉണ്ട്. അതാണ് സെക്യൂർഡ് മോർഗേജ് ഡിബഞ്ചേഴ്സ്. അടുത്തത് ബെയറർ ഡിബഞ്ചേഴ്സ്. ബെയർ ഡിബഞ്ചേഴ്സ് ആർ ജസ്റ്റ് ലൈക്ക് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്. അത് ഈസിലി ട്രാൻസ്ഫറബിൾ ആണ്. അപ്പോൾ അത് ഡിബഞ്ചർ ഹോൾഡറിന് വേറെ ആൾക്ക് വേണമെങ്കിൽ അത് ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാം വിത്തൗട്ട് എനി രജിസ്ട്രേഷൻ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ആരുടെ കയ്യിലാണോ ഹോൾഡറിനായിരിക്കും ആ ഇൻട്രസ്റ്റ് ആൻഡ് പ്രിൻസിപ്പൽ എമൗണ്ട് കിട്ടുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റാണ് രജിസ്റ്റേർഡ് ഡിബഞ്ചേഴ്സ്. ഇറ്റ് കനോട്ട് ബി ട്രാൻസ്ഫർ. അത് ഓൾറെഡി രജിസ്റ്റേർഡ് ആയിരിക്കും ഡിബഞ്ചർ ഹോൾഡറിൻ്റെ പേരിൽ. ഈവൻ ഈ രജിസ്റ്റേർഡ് ഡിബഞ്ചർ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ വേറെ ഡിബഞ്ചേഴ്സ് പോലെ ഈസിലി അത് പറ്റില്ല. ജസ്റ്റ് ബൈ ട്രാൻസ്ഫർ പറ്റില്ല. അതിനായിട്ട് ട്രാൻസ്ഫർ ആൻഡ് ട്രാൻസ്ഫർ ഈ രണ്ടുപേരും എക്സ്പെക്റ്റഡ് ടു സൈൻ എ ട്രാൻസ്ഫർ വൗച്ചർ. ഒരു ട്രാൻസ്ഫർ വൗച്ചർ സൈൻ ചെയ്തിട്ടാണ് അത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അടുത്തത് റെഡീമബിൾ ഡിബഞ്ചേഴ്സ്. റെഡീമബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു സർട്ടൻ പീരീഡ് കഴിയുമ്പോൾ അത് റെഡീം ചെയ്യാം. റെഡീമബിൾ ഡിബഞ്ചേഴ്സ് റെഡീം ചെയ്യാൻ പറ്റില്ല, കമ്പനി വൈൻഡപ്പ് ചെയ്യുമ്പോൾ മാത്രമേ റെഡീം ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സും അതുപോലെ ഒരു സർട്ടൻ പീരീഡ് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ഇക്വിറ്റി ഷെയർ. ഫുള്ളി കൺവേർട്ടബിൾ ഡിബഞ്ചറുണ്ട്, പാർട്ട്ലി കൺവേർട്ടബിൾ ഡിബഞ്ചറുണ്ട്. ഫുള്ളി കൺവേർട്ടബിൾ എന്ന് പറയുമ്പോൾ ആ ഡിബഞ്ചർ മുഴുവൻ ഇക്വിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാം. പാർട്ട്ലി എന്ന് പറയുമ്പോൾ അതിലൊരു പാർട്ട് മാത്രം ഇക്വിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ബാക്കി ഡിബഞ്ചറായിട്ട് തന്നെ ഹോൾഡ് ചെയ്തിട്ട് അതിൻ്റെ പീരീഡ് കഴിയുമ്പോൾ അത് റിഡീം ചെയ്യാം. Zero interest bond or debentures. Company does not pay any interest on zero interest bond or debenture. To compensate these loss, the company allow the conversion of such bond into equity shares at a specified future date. അതായത് ഈ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഇൻട്രസ്റ്റ് ഒന്നും പേ ചെയ്യില്ല. അതിന് പകരം അവർക്ക് ഇത് ഇക്വിറ്റി ഷെയറാക്കി കൺവേർട്ട് ചെയ്യാനുള്ള ഒരു റൈറ്റ് കൊടുക്കുന്നു ആഫ്റ്റർ സ്പെസിഫിക് പീരീഡ്. അതാണ് സീറോ ഇൻട്രസ്റ്റ് ബോണ്ട് ഡിബഞ്ചർ. അടുത്തത് സീറോ കൂപ്പൺ ബോണ്ട്. Another instrument which has recently become popular in India is zero coupon bond. It does not carry any interest but it's sold by issuing company at a deep discount from the eventual maturity date. The difference between issue price and the maturity value represent the gain. ഇതിലും ഇൻട്രസ്റ്റ് ഒന്നും പേ ചെയ്യുന്നില്ല. പിന്നെ അവർക്ക് എന്താ ഗെയിൻ എന്ന് വെച്ചാൽ അത് ഇഷ്യൂ ചെയ്യുന്നത് വളരെ കുറഞ്ഞ വിലയിലാണ്, അറ്റ് ഡീപ്പ് ഡിസ്കൗണ്ട്. അപ്പോൾ അവർക്ക് അത് മെച്യൂരിറ്റി ഡേറ്റ് ആകുമ്പോൾ അതിന് വളരെ വലിയൊരു എമൗണ്ട് കിട്ടും. അപ്പോൾ അത് ഇൻട്രസ്റ്റ് ഒന്നും പേ ചെയ്യുന്നില്ല. അതിന് പകരം പ്രൈസ് ഡിഫറൻസ് ആണ് അവർക്കുണ്ടാവുന്ന ഗെയിൻ. അടുത്തത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഡിബഞ്ചേഴ്സ്. ഫസ്റ്റ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഒന്നുമല്ല, അവർക്ക് സെക്കൻഡ് ഡിബഞ്ചേഴ്സിന് മുകളിൽ പ്രയോറിറ്റി ഉണ്ടാവും. ഇൻട്രസ്റ്റിൻ്റെ കാര്യത്തിൽ പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ കാര്യത്തിൽ. ഫസ്റ്റ് ആർക്കാണ് ഉപയോഗിക്കുന്നത് അവർ ഫസ്റ്റ് ഡിബഞ്ചേഴ്സ്, സെക്കൻഡ് പേ ചെയ്യുന്നവരാണ് സെക്കൻഡ് ഡിബഞ്ചേഴ്സ് ഉള്ളൂ. അടുത്തത് ഗ്യാരണ്ടീഡ് ഡിബഞ്ചേഴ്സ്. ഗ്യാരണ്ടീഡ് ഡിബഞ്ചേഴ്സിൽ ഇൻട്രസ്റ്റ് ആൻഡ് പ്രിൻസിപ്പലിൻ്റെ പേയ്മെൻറ്റ്
ഒരു തേർഡ് പാർട്ടി ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ടാവും. തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ ബാങ്ക് ആവും, ഗവൺമെൻറ് ആവും, അങ്ങനെ എന്തെങ്കിലും ആവും. അപ്പോൾ അവർക്ക് ആ ഡിബഞ്ചറിൽ ഒരു ഗ്യാരണ്ടി ഉണ്ടാവും, ഇൻട്രസ്റ്റും പ്രിൻസിപ്പൽ എമൗണ്ടും കിട്ടും എന്നൊരു ഉറപ്പുണ്ട്. അതാണ് ഗ്യാരണ്ടീഡ് ഡിബഞ്ചേഴ്സ്. അടുത്തത് കൊളാറ്ററൽ ഡിബഞ്ചേഴ്സ്. എ കമ്പനി മേ ഇഷ്യൂ ഡിബഞ്ചർ ഇൻ ഫേവർ ഓഫ് എ ലെൻഡർ ഓഫ് മണി. ഇതിനിടയിൽ ദ ബാങ്ക് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ security for loan raised by the company. The debentures are called collateral debentures and these become effective only when the company may default in the payment of loan. അതായത് കൊളാറ്ററൽ ഡിബഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ കമ്പനി ഈ ഡിബഞ്ചർ കൊളാറ്ററൽ ആക്കി വെച്ചിട്ടാണ് ബാങ്കിൽ നിന്നോ ഏതെങ്കിലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ ലോൺ എടുക്കുന്നത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും പേയ്മെൻറ്റിൽ അവരെടുത്ത ലോണിൽ റീപേയ്മെൻ്റ് ഒന്നും ചെയ്തില്ലെങ്കിൽ, ഡിഫോൾട്ട് എന്തെങ്കിലും വന്നാൽ ഈ ഡിബഞ്ചേഴ്സ് അത് ബാങ്കിനും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് എടുക്കാം. അതാണ് കൊളാറ്ററൽ ഡിബഞ്ചേഴ്സ്. പിന്നെ അതർ ഇന്നോവേറ്റീവ് ഇൻസ്ട്രുമെൻ്റ് ആണ് വരുന്നത്. അത് ലിക്വിഡിറ്റി വാറൻറ്റ്, സെക്യൂർഡ് പ്രീമിയം നോട്ട്, കോളബിൾ ബോണ്ട്, അങ്ങനെ ഒരുപാട് വേറെ കുറച്ച് ഡെറ്റ് ഇൻസ്ട്രുമെൻസും കൂടിയുണ്ട്. അപ്പോൾ ടൈപ്പ് ഓഫ് ഡിബഞ്ചേഴ്സിൽ വരുന്നത് സിമ്പിൾ, നേക്കഡ് ഓർ അൺസെക്യൂർഡ്, സെക്യൂർഡ് ഓർ മോർഗേജ്ഡ്, ബെയറർ, രജിസ്റ്റേർഡ്, റെഡീമബിൾ, ഇറെഡീമബിൾ, കൺവേർട്ടബിൾ, സീറോ ഇൻട്രസ്റ്റ് ബോണ്ട്, സീറോ കൂപ്പൺ ബോണ്ട്, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്, ഗ്യാരണ്ടീഡ് കൊളാറ്ററൽ.